PM ഗഫൂറിൻ്റെ വരൂ ഈ ചിറകിലൊളിക്കൂ എന്ന പുസ്തകത്തിലെ അധ്യായങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പുസ്തകത്തിൻ്റെ പേരിൽ തന്നെയുള്ള അഥവാ വരൂ ഈ ചിറകിലൊളിക്കൂ എന്ന പേരിൽ തന്നെ ഒരു അധ്യായമുണ്ട്. അല്ലെങ്കിൽ ഈ അധ്യായത്തിൻ്റെ പേരാണ് ഈ പുസ്തകത്തിന് ഇട്ടിരിക്കുന്നത്. ഇതിൽ 2 കഥകൾ പറയുന്നുണ്ട്. ആദ്യം ആ 2 കഥകളൊന്ന് പറയാം. ഒന്നാമത്തേത് ഒരു കുട്ടിക്കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. ഒരു മരത്തിൽ ഒരു കുരുവിക്കൂടുണ്ടായിരുന്നു. അതിൽ ഒരു തള്ളക്കുരുവി ഉണ്ടായിരുന്നു. ആ തള്ളക്കുരുവി ഒരു ചെറിയ അഹങ്കാരിയായിരുന്നു. അതിൻ്റെ അഹങ്കാരം എന്ന് വെച്ചാൽ അതിന് പറക്കാൻ കഴിയും എന്നുള്ളതാണ്. ആ മാവ് ഒരു വീടിൻ്റെ മുറ്റത്താണ്. ആ വീട്ടിൽ ഒരു തള്ളക്കോഴി ഉണ്ടായിരുന്നു. ആ തള്ളക്കോഴിക്ക് ചിറകുണ്ടായിരുന്നു, പക്ഷേ പറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ കുരുവി തള്ളക്കോഴിയെ പരിഹസിക്കുമായിരുന്നു. നിനക്ക് ചിറകുണ്ടായിട്ട് എന്താ കാര്യം, പറക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുമായിരുന്നു. പക്ഷേ തള്ളക്കോഴി അതിനൊന്നും മറുപടി പറയാൻ പോയില്ല. തള്ളക്കോഴി ക്ഷമിച്ചിരുന്നു. സമയം വരും, അതിനൊരു അവസരം ഉണ്ടാകും എന്ന് കരുതി മിണ്ടാതെ ക്ഷമിച്ചിരുന്നു. കുരുവി മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞ് മക്കളുണ്ടായി. ആ മക്കളോടും തള്ളക്കുരുവി ആ തള്ളക്കോഴിയെ കാണിച്ച് പരിഹാസ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. നോക്കും, ആ തള്ളക്കോഴിക്ക് പറക്കാൻ കഴിയില്ല, നിങ്ങളുടെ അമ്മയ്ക്ക് പറക്കാൻ കഴിയും, നിങ്ങളും നാളെ പറക്കും എന്നൊക്കെ പറഞ്ഞു. ചുരുക്കത്തിൽ ആ കുരുവി ഈ തള്ളക്കോഴിക്ക് എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഒരിക്കൽ തള്ളക്കുരുവി പുറത്തെങ്ങോ പോയതാണ്. അന്ന് വലിയ കാറ്റും മഴയൊക്കെ വന്നു. അങ്ങനെ ആ മാവ് ആടി ഒലയാൻ തുടങ്ങി. അതിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. കുരുവിക്കൂട് ഞെട്ടറ്റ് താഴെ വീണു. മക്കളൊക്കെ ചിതറി പല ഭാഗത്തേക്കും ആയിപ്പോയി. മഴ തിമിർത്ത് പെയ്യാണ്. തള്ളക്കോഴി മുറ്റത്തൊരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തള്ളക്കോഴി കുഞ്ഞുങ്ങളൊക്കെ വിളിച്ചു. ആരുടെ? കുരുവിയുടെ കുഞ്ഞുങ്ങളൊക്കെ വിളിച്ചു, വരൂ ഈ ചിറകിൽ ഒളിച്ചോളൂ, മഴ നനയാതിരുന്നോളൂ എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളൊക്കെ ഓടി വന്ന് ആ തള്ളക്കോഴിയുടെ ചിറകിൽ ഒളിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തള്ളക്കുരുവി പറന്ന് വന്നപ്പോൾ ആകെ പേടിച്ചു പോയി. ആ കൂട് കാണുന്നില്ല, കുഞ്ഞുങ്ങളെ കാണുന്നില്ല. നോക്കുമ്പോൾ താഴെയുണ്ട് തള്ളക്കോഴി. തള്ളക്കോഴി കുരുവിയെ വിളിച്ചു, ഇങ്ങോട്ട് പോര്, മഴ നനയണ്ട, ഈ ചിറകിലേക്ക് ഒളിച്ചിരുന്നോളൂ. തള്ളക്കുരുവിയും താഴേക്ക് ഇറങ്ങി വന്നു. തള്ളക്കോഴിയുടെ ചിറകിൽ ഒളിച്ചിരുന്നു. തള്ളക്കോഴി ആ തല പതുക്കെ ചിറകിനുള്ളിലേക്ക് വെച്ചിട്ട് തള്ളക്കുരുവിയോട് പറഞ്ഞു, അതെ, ഈ ചിറകിനെ കൊണ്ട് പറക്കാൻ കഴിയില്ല, പക്ഷേ ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതേ അധ്യായത്തിൽ പറയുന്ന മറ്റൊരു ബുദ്ധകഥയുണ്ട്. ഒരു ഗുരുവിൻ്റെ അടുത്ത് താമസിക്കുന്ന കുറേ ശിഷ്യന്മാർ. അതിൽ ഒരു ശിഷ്യന് ഒരു ചെറിയ കുസൃതിപ്പണിയൊക്കെ ഉണ്ട്. രാത്രി കാലത്ത് മതിൽ ചാടി പുറത്തെങ്ങോട്ടോ പോകും. എന്നിട്ട് ചില വേണ്ടാത്തരങ്ങളൊക്കെ ഒപ്പിച്ച് തിരിച്ചു വരിക ചെയ്യാം. ഇത് ഗുരുവിന് മനസ്സിലായി. ഒരു ദിവസം രാത്രി ഇവന് നല്ല മതിൽ ചാടി. മതിൽ ചാടാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ മരക്കഷ്ണമുണ്ട്. ഗുരു ചെന്നിട്ട് ആ മരക്കഷ്ണം അവിടുന്ന് മാറ്റിവെച്ചു. എന്നിട്ട് ഗുരു തൻ്റെ ചുമല് അവിടേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു. പുലരുവോളം ഗുരു കാത്തിരുന്നു. പുലരാൻ നേരത്ത് ശിഷ്യന് തൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് മതിൽ ചാടി ഗുരുവിൻ്റെ ചുമലില ചവിട്ടിയത്. താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഗുരു. വിറക്കുന്ന ശിഷ്യനെ ഗുരു തോളോട് ചേർത്ത് പിടിച്ചു. ആ ശിഷ്യന് പിന്നെ ഒരിക്കലും ആ തെറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഈ 2 കഥകളും നമ്മോട് പറഞ്ഞു തരുന്നത്, ആളുകൾ തെന്നിത്തെറിച്ച് പോകുമ്പോൾ, വഴിവിട്ട് പോകുമ്പോൾ അവരെ തള്ളിക്കളയാതെ അവരെ ചേർത്ത് പിടിക്കാനായാൽ അവരെന്നൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. സാധാരണ മനുഷ്യരായ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണല്ലോ. തള്ളിക്കളയാതെ നമ്മെ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടായാൽ ആ തണലിൽ, ആ ചിറകിൽ ഒളിച്ചിരിക്കാൻ നമുക്കെന്നും സന്തോഷമായിരിക്കും. അങ്ങനെയുള്ള ആളുകളോട്, അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആളുകളോട് സാധാരണ മനുഷ്യർക്കൊക്കെ തന്നെ വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരിക്കും. ഇതിന് 2 ഭാഗങ്ങൾ കേട്ടോ. ഇത് നടപ്പിലാക്കൽ അത്ര എളുപ്പമുള്ള പണിയല്ല. ആളുകളെ ചേർത്ത് പിടിക്കുക, കൂടെ കൂട്ടുക എന്നുള്ളതൊക്കെ കുറച്ച് പ്രയാസമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിച്ചാൽ അവർ വഴിയെ മാറി മാറി വരും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ പറയും, ഓനൊരു കാലത്ത് നന്നാവില്ല, എത്ര പറഞ്ഞാലും നന്നാവില്ല, ഓനെ ഒഴിവായിക്കളാന്ന് പറയും. അങ്ങനെ ഒഴിവാക്കാൻ എളുപ്പമാണ്. പക്ഷേ അവരൊന്ന് ചേർത്ത് പിടിച്ച് കുറച്ചു കാലം നമ്മൾ അവരുടെ കൂടെ നടന്നാൽ നമ്മൾ പറയുന്നത് അവർ അനുസരിക്കും. അനുസരിച്ചില്ലെങ്കിലും നമ്മളെ മുമ്പിലെങ്കിലും അവരൊന്ന് മാന്യന്മാരായി ജീവിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും. അത്ര മതി. ഒരാളുടെ മുമ്പിൽ അല്ലെങ്കിൽ കുറച്ചാളുടെ മുമ്പിൽ ആ മനുഷ്യൻ നന്നായി ജീവിച്ചാൽ പതുക്കെ പതുക്കെ കുറേ ആളുകളുടെ മുമ്പിൽ ആ മനുഷ്യൻ നന്നായി ജീവിക്കേണ്ടി വരും. കാലം കഴിയുമ്പം നാട്ടുകാരുടെ മുമ്പിലൊക്കെ ആ മനുഷ്യൻ നന്നാവേണ്ടി വരും. ഇനി ഇതിൻ്റെ മറ്റൊരു വശം കൂടി കേട്ടോ. നമുക്ക് ചിലപ്പം ചില ആളുകളെ അങ്ങോട്ട് തടഞ്ഞു നിർത്തേണ്ടി വരും.
എത്ര പറഞ്ഞാലും ശരിയാവുന്നില്ല, മാറുന്നില്ല, പലവട്ടം ശ്രമിച്ചു നോക്കി. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവരെ പതുക്കെ കൊണ്ട് മാറ്റി നിർത്തുക. നമ്മളുടെ കൺവട്ടത്ത് അവരുണ്ടാവണം, തീർത്തും ഒഴിവാക്കരുത്, പക്ഷേ ഒന്ന് അങ്ങോട്ട് അവഗണിച്ച് വെക്കുക. എന്നിട്ട് അവർക്ക് തോന്നണം ഈ പറയുന്ന സംഗതി എനിക്ക് കൂടി വേണ്ടിയാണ്, എൻ്റെ ഒരു ഭാവി കൂടി അല്ലെങ്കിൽ എൻ്റെ ഒരു നന്മ കൂടി ഉദ്ദേശിച്ചാണ് ഇയാൾ ഈ പറയുന്നത് എന്ന് അവർക്ക് തോന്നുന്ന ഒരു സമയം വരും. അതുവരെ നമ്മൾ കാത്തിരിക്കുക. അപ്പോഴും നമ്മൾ അവരെ ഒഴിവാക്കുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല, നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക തന്നെയാണ്. പക്ഷേ ഒരു കള്ളി അപ്പുറത്ത് നിർത്തുകയാണ്. എന്നിട്ട് നമ്മൾ ഒന്ന് വീക്ഷിക്കുക, കുറച്ച് കാലം ഇങ്ങനെ കാത്തിരിക്കുക. അവർക്ക് മനസ്സിലാകും, അവർ തിരിച്ചു വരും. അതുവരെ നമ്മൾ കാത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.